ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം എത്തുന്ന പേര് ഒരുപക്ഷെ മാത്യു അച്ചാറിൻ്റേതായിരിക്കും. തൃശ്ശൂർ ചാലക്കുടിക്കടുത്ത് പരിയാരത്താണ് അദ്ദേഹത്തിൻ്റെ വീട്. ആദ്യത്തെ ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അദ്ദേഹത്തിൻ്റേതല്ല, പക്ഷേ കേരളം മുഴുവൻ ഒരു മനസ്സോടുകൂടി പ്രാർത്ഥിച്ച് കാത്തിരുന്ന ഒരു ശസ്ത്രക്രിയ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റേതാകും. എന്നോടൊപ്പം മാത്യു അച്ചാറിനാണുള്ളത്. ഇപ്പോൾ ഒരു 10 വർഷം കഴിഞ്ഞു. അന്ന് തിരിച്ചൊരു ജീവിതത്തിലേക്കൊന്നും തിരിച്ചു വരും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അത് അത്രയും ഔഷധമായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു അസുഖം അറിഞ്ഞ് 6 മാസത്തിനുള്ളിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് മാറ്റി വയ്ക്കാൻ പറ്റി. ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനുവേണ്ടി ഒരുപാട് പേര് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. സാമ്പത്തികമായിട്ടും വീടിൻ്റെ അടുത്തുള്ളവർ, നാട്ടുകാർ എല്ലാവരും ഒരേ മനസ്സോടെ നിന്നു. അതിൻ്റെ ഫലമാണ് ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നത്. എല്ലാവരോടും നന്ദിയുണ്ട്. ചെക്കപ്പുകളും മറ്റു കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് ചെക്കപ്പ് റെഗുലറായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. 3 മാസം കൂടുമ്പോഴാണ് ചെക്കപ്പ് ചെയ്യണത്. അതിൻ്റെ റിസൾട്ട് നമ്മളിപ്പോൾ ലിസിയിൽ പോകുന്നില്ല. തൃശ്ശൂർ ലാബിൽ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് നമ്മൾ ലിസിലേക്ക് അയക്കും. ഞാനത് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫ്ലാറ്റിൽ പോയി കഴിഞ്ഞപ്പോൾ അപ്പോഴാണ് നമ്മൾ TV കാണുന്നതൊക്കെ. TV കണ്ടപ്പോൾ അന്തം വിട്ട് പോയി. ശരിക്കും പറഞ്ഞു, നമ്മൾ സൂട്ട് കേസിൽ ഹാർട്ട് വരുന്നു. ഇതൊക്കെ ഇങ്ങനെ സംഭവിച്ചു നമുക്കറിയില്ലല്ലോ. കാരണം നമുക്കിത് ഹോസ്പിറ്റലായിട്ട് നമ്മളിപ്പോൾ തലേദിവസം അവിടെ ഹോസ്പിറ്റലായി അഡ്മിറ്റായി. പിന്നെ ഒന്നും അറിയില്ല. നമ്മൾ ഡോക്ടേഴ്സ് വരും പറയാണ്ട്, GVS ഡോക്ടർ ഒന്ന് പറഞ്ഞു മാത്യു അച്ചാടൻ ചരിത്രമായി എന്ന് പറഞ്ഞു. അപ്പം നമുക്കിതൊന്നും അറിയില്ല. ചരിത്രമായോ എന്താണാവോ എന്ന് വിചാരിച്ചാൽ അങ്ങനത്തെ ഒരു കാരണം. പക്ഷെ നമ്മൾ ഈ ന്യൂസ് കണ്ടപ്പോഴാണത് ഇത്രയും പ്രാധാന്യം. ഭയങ്കര റിസ്ക് അല്ലേ ശരിക്കും പറയണേ. മരണത്തിന് ജീവിതത്തിനിടയ്ക്ക്, അതായത് ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് ഉറപ്പ് വരുമ്പോഴാണല്ലോ നമ്മൾ ഓർഗണൊക്കെ കൊടുക്കുന്നത്. പലരും അത് ഇനിയും മുന്നോട്ട് വരണം തന്നെയാണ് എൻ്റെ അഭിപ്രായം. വണ്ടി ഓടിക്കുന്നുണ്ട്. പിന്നെ മാലപൊളിപ്പിൻ്റെ ഇപ്പോൾ സീസണായി, അത് പണി തുടങ്ങിയിട്ടുണ്ട്. തിരുവനന്തപുരം സ്വദേശിയായ നീലകണ്ഠ ശർമ്മ, അദ്ദേഹത്തിൻ്റെ ഹൃദയമാണ് താങ്കൾ ഇപ്പോൾ മിടിക്കുന്നത്. 8ാം ചർമ്മവാർഷികത്തിനാണ് അത് എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. വീട്ടിലും പോയിരുന്നു. പിന്നെ അങ്ങനെ ഒരു ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. അത് അദ്ദേഹത്തിൻ്റെ വൈഫുണ്ടായിരുന്നു, പിന്നെ ഡോക്ടേഴ്സ്, അങ്ങനെ ഒരു വലിയൊരു ചടങ്ങായിട്ട് നടത്തിയിരുന്നു. ഒരു പുതിയ ചിത്രമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, ഹൃദയപൂർവ്വം. അതിലും ഈ ഹൃദയം മാറ്റിവെക്കലുമായി ബന്ധപ്പെട്ടാണ് ആ ഒരു ചിത്രം തുടങ്ങുന്നത്. അപ്പോൾ അത് കണ്ടിരുന്നത് എങ്ങനെയാണ്? ഇല്ല, കണ്ടില്ല. കാണണം. എനിക്കിങ്ങനൊരു ക്രിസ്തുമസ് ആഘോഷത്തെ പറ്റി ഞാൻ ആലോചിച്ചിരുന്നില്ല. സാധിക്കുമെന്ന് വിചാരിച്ചതൊന്നുമില്ല. കാരണം അത്ര അവശതയായിരുന്നു കഴിഞ്ഞ വർഷം ഈ സമയത്തൊക്കെ. ഓട്ടോ ഓടിച്ചാണ് ഇപ്പോൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനോടൊപ്പം തന്നെ മറ്റു ജോലികളും ഒക്കെ തന്നെ ചെയ്യുന്നു. മാത്യു അച്ചാടൻ ഹാപ്പിയായി ജീവിതം മുന്നോട്ട് പോവുകയാണ്. സുജി പട്ടാമിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.